ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എച്ചും റോഡും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വാഹനം ഓടിക്കാൻ നന്നായിട്ട് അറിയാവുന്ന പല ആൾക്കാരും ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലായി പോകാറുണ്ട്. അതുപോലെ തന്നെ ആവറേജ് നന്നായിട്ട് വാഹനം ഓടിക്കാൻ അറിയാം, കഷ്ടിയൊക്കെ ഓടിക്കും, അങ്ങനെയുള്ളവർ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി പോകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പാസ്സാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ നിങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ട്രയലൊക്കെ എടുക്കുന്ന സമയത്ത് എച്ചെടുക്കും, റോഡൊക്കെ നന്നായിട്ട് ഓടിക്കും, സിഗ്നലുകളൊക്കെ കാണിച്ച് വാഹനം ഓടിക്കും. പക്ഷെങ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ഫെയിലായി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം. അതിനുശേഷം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഓൾറെഡി എച്ച് ടെസ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, റോഡ് ടെസ്റ്റിൻ്റെ ട്യൂട്ടോറിയലും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിതേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തൊട്ട് മേളിലും ഇതേ ആ ഒരു ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കാണുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് വാഹനം ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നേരിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാതെ നിങ്ങൾ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ തന്നെ ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ട്രയലൊക്കെ നമ്മൾ എടുത്ത് നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ എടുക്കേണ്ടത്, എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നിയമപരമായിട്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് എത്ര നന്നായിട്ട് വാഹനം ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പോകാതെ നിങ്ങൾ കൃത്യമായിട്ടും ഒരു സ്കൂളിൻ്റെ സഹായത്തോടെ തന്നെ ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നേരിട്ട് പോയും പാസ്സായി പോകുന്നുണ്ട്, ഇനി അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പാസ്സാകാനായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. എച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാകാൻ പാടില്ല, അമിതമായിട്ടുള്ള പേടി ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടും നമുക്ക് മീഡിയം ലെവലിൽ ആയിരിക്കണം. അതായത് പേടി കൂടുതലായിട്ട് വേണ്ട. പേടി കൂടുതലായിട്ട് വരുന്നത് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഫെയിലായി പോകുമോ എന്നുള്ളൊരു ചിന്തയാണ്. ഫെയിലായി പോയാലും നമുക്ക് വീണ്ടും അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കൂടുതൽ നിങ്ങൾ പേടിക്കാതിരിക്കുക. വാഹനം നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അമിത ആത്മവിശ്വാസം ഉണ്ടാകാതിരിക്കുക. മീഡിയം ആയിട്ടുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുക. അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായാലുള്ള ഒരു പ്രശ്നം, നമുക്ക് ക്ലിയർ ആയിട്ട് എച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു പക്ഷെങ്കിൽ വണ്ടി ഓഫായി പോകാനും വണ്ടി കമ്പിയിലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ എച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വാഹനത്തിൻ്റെ വേഗത ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ, അതായത് വാഹനത്തിൻ്റെ ടയറിൻ്റെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ എച്ചെടുക്കാനായിട്ട്. അപ്പോൾ ടയറിൻ്റെ റണ്ണിങ് ചെറുതായിട്ട് നിന്നാൽ മതി. അപ്പോൾ ആ ഒരു വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് നിങ്ങൾ എച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എച്ചെടുക്കുന്ന സമയത്ത് വാഹനം ഓടിക്കുന്ന തുടക്കക്കാരുടെ ഒരു പ്രോബ്ലമാണ്, വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകാറുണ്ട്. അപ്പോൾ എച്ചെടുക്കുന്ന ഒരു ട്രാക്കിൽ ഒരു കാരണവശാലും വണ്ടി ഓഫ് ആകാൻ പാടില്ല. ഇനി ഓഫ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഓഫ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ ഗ്രൗണ്ടിൽ വാഹനം വെച്ചെടുക്കുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വാഹനം മുന്നോട്ടെടുക്കുകയും വാഹനം നിർത്താനും പഠിക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലയച്ചാണ് വാഹനത്തെ നമ്മൾ മുന്നോട്ട് മൂവ് ആക്കുന്നത്. മൂവായി വാഹനം കുറച്ചൊന്ന് മൂവ് ആയതിനു ശേഷം വണ്ടി നിർത്താനും പഠിക്കണം. വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എച്ചെടുക്കുന്ന ട്രാക്കിൽ ഒരുപാട് സ്പീഡിലല്ല വാഹനത്തെ മൂവ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ചെറിയൊരു മൂവ്മെൻറ്റേ ഉള്ളൂ. വണ്ടി നിർത്താൻ ഉള്ള ഒരു രീതി വരുന്നു, അല്ലെങ്കിൽ വാഹനത്തിന് വേഗത കുറയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ബ്രേക്ക് ചവിട്ടിയിട്ട് ക്ലച്ചേ വരല്ലേ. ബ്രേക്ക് ആദ്യം ചവിട്ടി കഴിഞ്ഞാൽ ഓൾറെഡി വണ്ടിയുടെ വേഗത കുറവാണെങ്കിൽ വേഗത തീർത്തും വീണ്ടും കുറഞ്ഞിട്ട് വണ്ടി എഞ്ചിനടിച്ച് ഓഫായി പോകും. നിങ്ങളുടെ വണ്ടിയുടെ വേഗത ജസ്റ്റ് എച്ച് ട്രാക്കിൽ ഒന്ന് കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ച് താങ്ങിയിട്ട് ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഈ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ട്രയൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും വാഹനത്തിന് വേഗത കൂടുന്ന സമയത്ത് സ്പീഡ് കൂടിയാൽ ഇത് ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ എച്ച് ട്രാക്കിൽ നമുക്ക് വണ്ടി ഓഫ് ആകാതെ തന്നെ എടുക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എച്ച് ട്രാക്കിൽ എടുക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് എച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ, എക്സ്പേർട്ടായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കുക. എച്ച് ട്രാക്കിൻ്റെ ഒരു സെൻറ്ററിലൂടെ നിങ്ങൾ വാഹനം ഓടിക്കുക. അതായത് എച്ചിൻ്റെ ഒരു ട്രാക്കിൻ്റെ ഒരു സൈഡ് ലെഫ്റ്റോ റൈറ്റോ പോകരുത്, കൃത്യമായിട്ട് സെൻറ്ററിലൂടെ വാഹനം നിങ്ങൾ പോവുക. സെൻറ്ററിലൂടെ പോയാലുള്ള ഒരു ഗുണം, നമ്മൾ ആദ്യത്തെ ഒരു ട്രാക്ക് നേരെ പോയി പാസ്സായതിന് ശേഷം, അതായത് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നീട് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്ത് സ്മോൾ എച്ച് എടുക്കും. അതായത് മുന്നോട്ട് പോകുന്നു, റിവേഴ്സ് ഗിയർ കൊടുത്ത് സ്മോൾ എച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ്
ലെഫ്റ്റോ റൈറ്റോ ഒന്നും ടേൺ ചെയ്യേണ്ടതായിട്ടില്ല. നേരെ ബാക്കിലേക്ക് വന്ന് തിരിയാൻ പോകുന്ന കമ്പിയുടെ അടുത്ത് വന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുത്താൽ മതി. നമ്മൾ ലെഫ്റ്റോ റൈറ്റോ ഒരു സൈഡിലേക്ക് ചേർന്നാണ് പോകുന്നതെങ്കിൽ പിന്നെ നമ്മൾ തിരിയുന്ന ട്രാക്കിൻ്റെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉള്ള കമ്പികളിൽ അല്ലെങ്കിൽ റിബണിൽ അല്ലെങ്കിൽ ട്രാക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്കിൻ്റെ വെളിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സെൻറ്റർ ട്രാക്കിലൂടെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ എച്ച് ട്രാക്കിൻ്റെ മുകളിലേക്ക് പോകുന്നു, വീണ്ടും എച്ച് ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ ഇറങ്ങി വന്ന് ആ ഒരു ഇടയിറങ്ങുന്ന സമയത്ത്, അതായത് സ്മോൾ എച്ചിൻ്റെ ഇടയിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കവിടെ വാഹനത്തിന് വേഗത കുറയ്ക്കേണ്ടതുണ്ട്. വേഗത കുറയ്ക്കുമ്പോൾ വണ്ടി ഓഫാകാതെ ഇരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ക്ലച്ച് ചവിട്ടി അതിനുശേഷം ബ്രേക്ക് ചെയ്ത് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുക. ബ്രേക്ക് മാത്രം ചവിട്ടി പിടിച്ചിട്ട് വേഗത കുറയ്ക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ വാഹനത്തിൻ്റെ വേഗത കൂടുതലാണെങ്കിൽ അമിതമായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യും, വണ്ടി ആ ട്രാക്കിൻ്റെ സെൻറ്റർ വരുമ്പോൾ എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം? വേഗത കുറയ്ക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ വാഹനത്തിന് വേഗത കൂടുന്നു എന്ന് തോന്നിയാൽ ജസ്റ്റ് ക്ലച്ച് താങ്ങിയിട്ട് ബ്രേക്ക് വന്ന് നമ്മൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുത്ത് സെൻറ്റർ ട്രാക്കിലേക്ക് വരിക. സെൻറ്റർ ട്രാക്കിൽ വന്നതിന് ശേഷം കൃത്യമായിട്ടും ഒരു സൈഡിലേക്ക് കോണായിട്ട് വണ്ടി പോകരുത്. അതായത് ഇപ്പം ട്രാക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സെൻറ്ററിൽ വന്ന് വണ്ടിയുടെ ടയർ നമ്മൾ നേരെയാക്കിയിട്ട് പിന്നെ നമ്മൾ താഴോട്ടാണ് ഇറങ്ങേണ്ടത്. അതായത് സ്മോൾ എച്ചിൻ്റെ ഏറ്റവും ബാക്കിലേക്കാണ് ഇറങ്ങി പോകേണ്ടത്. ആ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ ട്രാക്കിൻ്റെ സെൻറ്ററിൽ വന്നതിന് ശേഷം ഒടിച്ചു തുടങ്ങുന്ന സമയത്തും വാഹനത്തിന് സ്പീഡ് കുറയ്ക്കാനായിട്ട് ക്ലച്ച് താങ്ങി ബ്രേക്ക് വരിക. ഇങ്ങനെ നമ്മൾ സ്മോൾ എച്ച് പൂർത്തീകരിക്കുക. സ്മോൾ എച്ച് പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത എച്ചിൻ്റെ ഒരു ട്രാക്ക് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സമയത്തും സെൻറ്ററിലൂടെ പോകാൻ ശ്രമിക്കണം. ഒരു കാരണവശാലും ലെഫ്റ്റോ റൈറ്റോ ചേരരുത്. ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു വരുന്ന സമയത്ത് കൃത്യമായിട്ടും വാഹനം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി സെൻറ്ററിലാണ് വരുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോയാലും നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് നേരെയൊക്കെ ആക്കി വാഹനം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ എച്ചെടുക്കുന്ന സമയത്ത് പേടിയുള്ളവരാണ് എങ്കിൽ, അല്ലെങ്കിൽ എച്ച് അറ്റൻഡ് ചെയ്യാനായിട്ട് പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇത്രയധികം പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. കാരണം നിങ്ങൾ എച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ മാത്രമേ വാഹനത്തിൻ്റെ ഉള്ളിലുള്ളൂ. പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൺട്രോളിങ്ങിലാണ് വാഹനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല. നിങ്ങളുടെ ഒരു പേടി കൂടുതലായിട്ടും വരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും വെളിയിൽ മറ്റാൾക്കാർ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ കൂടി നിൽക്കുന്നത്, അല്ലെങ്കിൽ സാറുമാർ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ നിൽക്കുന്നതൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഒന്ന് ഒഴിവാക്കുക. കാരണം ഇത് ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി അവിടെ എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരിൽ വന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് മറ്റാൾക്കാരിലേക്ക് ശ്രദ്ധ പോകാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുക. ശ്രദ്ധ കൊടുത്തിട്ട് നിങ്ങൾ വാഹനം എച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പല ആൾക്കാരുടെ ഒരു പ്രോബ്ലമാണ്, ഒട്ടുമിക്ക ആൾക്കാരും പറയും, എന്നെ ആശാമാരെ അങ്ങനെ വഴക്ക് പറഞ്ഞു, ഇങ്ങനെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയും. നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് അത്തരത്തിൽ ചിന്തിക്കാതിരിക്കുക. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഒരു വിദ്യ പറഞ്ഞ് തരുന്ന ഒരാളാണ്, ആ ഒരാൾ ജസ്റ്റ് ഒന്ന് വഴക്ക് പറഞ്ഞെന്ന് എന്ന് കരുതി നമ്മൾ ഡൗൺ ആകേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഞാനിപ്പം ഡ്രൈവിംഗ് സ്കൂളുകാരെ പൊക്കി പറയുന്ന ഒരു കാര്യമല്ല, നമുക്ക് പറഞ്ഞു തരുന്ന ഒരാൾ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ സാറുമാർ വഴക്കൊക്കെ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവുകയല്ലല്ലോ ചെയ്യുന്നത്, നമ്മളതിനെ വേറൊരു ലെവലിലാണ് കാണുന്നത് എന്ന് പറഞ്ഞ പോലെ ആ ഒരു തരത്തിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യത്തെ കാണാവുള്ളൂ. നിങ്ങൾ പേഴ്സണലായിട്ട് ഈ ഒരു കാര്യത്തെ കാണരുത്. നിങ്ങളുടെ കാര്യം നേടാനായിട്ട് നിങ്ങൾ എച്ചെടുക്കുക, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നു എന്ന് കരുതി ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക. പിന്നെ എല്ലാ ആശാന്മാരും ആ ഒരു തരത്തിൽ പറയുന്നവരും അല്ല, ചിലരങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാകും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇനി പറഞ്ഞാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് പേഴ്സണലായിട്ട് എടുക്കാതെ നിങ്ങൾ അതിനെ ചുമ്മാ തള്ളി വിട്ടേക്കുക. നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം അതിനകത്തുണ്ടെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് അതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം. ഇതിന് അർത്ഥം ഞാൻ ഒരിക്കലും ഒരു സ്കൂളുകാരെ പൊക്കി പറയുകയോ അല്ലെങ്കിൽ സ്കൂളുകാരെ മോശമായിട്ട് പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. അത് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ ഇത് പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ സാറുമാർ നമ്മളോടൊപ്പം ഉണ്ടാകും. അവരും ഈ ഒരു ഡ്യൂട്ടി അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇത് പാസ്സാകണം എന്നുള്ളൊരു ചിന്തയിൽ മാത്രമേ ഈ ഒരു കാര്യം അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ ഒരു മനസ്സോടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു തവണ ഒന്ന് ഫെയിലായാലോ അല്ലെങ്കിൽ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഫെയിലാകാതെ തന്നെ നമുക്ക് കൃത്യമായിട്ട് പാസ്സാകാൻ കഴിയും. ഇനി ഫെയിലായി പോയാലും നമുക്ക് വീണ്ടും അടുത്തൊരു തവണ പോയി എടുക്കാമെന്നുള്ള ഒരു കോൺഫിഡൻറ്റ് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി മറ്റ് ചില ആൾക്കാരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, വാഹനം നന്നായിട്ട് ഓടിക്കാൻ അറിയാം, എച്ചും ഒക്കെ എടുക്കും, റോഡും എടുക്കും, പക്ഷെങ്കിൽ മറ്റാൾക്കാർ കൂടി നിൽക്കുമ്പോൾ
അവർ നമ്മളെ അമിതമായിട്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു ചിന്തയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എച്ചൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വാഹനം പോയി കമ്പിയലോ അല്ലെങ്കിൽ ട്രാക്കിൻ്റെ വെളിയിലേക്കോ ഒക്കെ പോകാറുണ്ട്. ഞാൻ ട്രയലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ചിന്ത മാത്രമാണ്. അവരൊരിക്കലും നമ്മളെ ആ ഒരു തരത്തിൽ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവരും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ നമുക്കുള്ള പോലെ തന്നെ തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള കോൺസെൻട്രേഷൻ നൽകി നിങ്ങൾ കാര്യം ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് മിററുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയാൽ ഉടൻ തന്നെ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടുക. പിന്നെ പല ആൾക്കാരും മറന്നു പോകുന്നത് വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ട് മറന്നു പോകാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ട് നിങ്ങൾ റിലീസ് ചെയ്തതിന് ശേഷം റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടത് റോഡ് ടെസ്റ്റിൻ്റെ സമയത്ത് ഹാൻഡ് സിഗ്നലുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ സിഗ്നലുകളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഞാൻ ഇതിനു മുന്നേ പല വീഡിയോകളിൽ ഈ ഹാൻഡ് സിഗ്നലുകളെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. റോഡ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സിഗ്നലുകൾ ഇന്നതാണ്. അതിനകത്ത് പല ആൾക്കാർ വിമർശിച്ച ഒരു കാര്യം കൂടി ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പല ആൾക്കാരും ചോദിച്ചു, എന്തിനാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഹാൻഡ് സിഗ്നലുകളൊക്കെ കാണിച്ച് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ചെയ്യുന്നതെന്ന് പല ആൾക്കാരും ചോദിച്ചു. നമുക്ക് ഓൾറെഡി വാഹനത്തിൻ്റെ ഉള്ളിൽ സിഗ്നലുകൾ ഉണ്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും നമ്മളുടെ കേരളത്തിൽ നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഹാൻഡ് സിഗ്നലുകൾ നിർബന്ധമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് പഠിക്കണം, കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാം വാഹനത്തിന് ഇൻഡിക്കേറ്റർ സിഗ്നലുകളുണ്ട്. ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, അതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വശം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ സിഗ്നലുകൾ ഇല്ലാതായി പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റോ റൈറ്റോ ഒന്ന് ടേൺ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു സിഗ്നൽ കാണിച്ച് കഴിയൂ. എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പല ആൾക്കാരും വലത്തോട്ടൊക്കെ സിഗ്നൽ കാണിക്കുന്നത് റോങ് ആയിട്ട് കാണിക്കാറുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. അതായത് വലത്തോട്ട് ഞാൻ തിരിയുന്നു എന്ന് കാണിക്കുന്ന ഒരു സിഗ്നലാണ്. എന്നാൽ ആ സിഗ്നൽ അങ്ങനെയല്ല, ഇങ്ങനെയാണ് വലത്തോട്ട് തിരിയുന്നു എന്ന് കാണിക്കുന്ന ഒരു സിഗ്നൽ. ഈ ഒരു സിഗ്നൽ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഇൻഡിക്കേഷനൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു സിഗ്നൽ ഇങ്ങനെ നമ്മൾ വലത്തോട്ടാണ് തിരിയുന്നത് എന്ന് കാണിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വണ്ടി സ്ലോ ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സിഗ്നൽ ഇങ്ങനെ കാണിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള സിഗ്നലുകളെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർ കൃത്യമായിട്ട് ഇത് പഠിച്ചിരിക്കണം. കാരണം ഇപ്പോഴത്തെ ഈ ഒരു നിയമം അനുസരിച്ച് ഇത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒട്ടുമിക്ക ഇടങ്ങളിലും നമുക്ക് പാസ്സായി പോകാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇൻഡിക്കേഷൻ മാത്രം ഉപയോഗിച്ച് വാഹനം ഓടിക്കാറുണ്ട്. ഓക്കെ, ഇനി റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ പലരുടെ ഒരു സംശയമാണ്, എല്ലാ ഗിയറും മാറി വണ്ടി ഓടിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന റോഡിന് അനുയോജ്യമായിട്ട് ഗിയർ മാറുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊരു കയറ്റത്താണ് വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടുന്നത്. അവിടെ നമുക്ക് 5th ഗിയർ വരെ കൊടുത്ത് വണ്ടി ഓടിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അവിടെ നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നത് ആ കയറ്റത്തിന് അനുയോജ്യമായിട്ട് 1st or 2nd അല്ലെങ്കിൽ ചെറിയ കയറ്റമാണ് ഒരു 3rd ഒക്കെ കൊടുത്ത് വരെ നമുക്ക് പോകാം. എല്ലാ ഗിയറും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇനി ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ നമുക്ക് 1st തൊട്ട് 5th ഗിയർ വരെ ഇടാനായിട്ട് കഴിയും. അപ്പോൾ ആ റോഡിന് അനുയോജ്യമായിട്ട് ഗിയർ കൊടുക്കുന്ന സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായിട്ടും സിഗ്നലുകൾ ഇട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി റോഡ് ടെസ്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വണ്ടി ഓടിക്കാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മേളിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കാണുക. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് നമ്മളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ പാസ്സാകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന തുടക്കക്കാർക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.